Hi dear students, once again welcome back to International Trade. In International Trade, today I am going to explain about an interesting topic, that is Dutch disease. അതായത് ഒരു കൺട്രിയുടെ നാച്ചുറൽ റിസോഴ്സസിൽ ഉണ്ടാകുന്ന വർധനവ് എങ്ങനെയാണ് അത് മറ്റുള്ള സെക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെൽക്കം ടു ദിസ് ന്യൂ സെഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. Dutch disease. Dutch disease is a concept that describes an economic phenomenon where the rapid development of one sector of the economy, particularly natural resources, precipitates a decline in other sectors. It is also often characterized by substantial appreciation of the domestic currency. Dutch disease is a paradoxical situation where good news for one sector of the economy, such as the discovery of natural resources, resulting in a negative impact on the country's overall economy. ഓക്കെ, ഡച്ച് ഡിസീസ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ എക്കണോമിക് ഫിനോമിനൻ where rapid development of one sector of the economy precipitates a decline in the other sectors. അതായത് ഒരു ഇക്കണോമിയുടെ ഒരു സെക്ടറിലുണ്ടാകുന്ന വർധനവ്, ദാറ്റ് ഈസ് നാച്ചുറൽ റിസോഴ്സസിലുണ്ടാകുന്ന ഗ്രോത്ത്, അത് മറ്റ് സെക്ടേഴ്സിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തെ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഒരു ഡിക്ലൈൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡച്ച് ഡിസീസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഓഫൺ ക്യാരക്ടറൈസ്ഡ് ബൈ സബ്സ്റ്റാൻഷ്യൽ അപ്രീസിയേഷൻ ഓഫ് ദ ഡൊമസ്റ്റിക് കറൻസി. അപ്പോൾ ഇത്തരത്തിൽ ഡച്ച് ഡിസീസ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇതിന് സ്വാഭാവികമായിട്ടും ആ ഒരു കൺട്രിയുടെ ഡൊമസ്റ്റിക് കറൻസിയിൽ എന്തിനാ ഒരു അപ്രീസിയേഷൻ സംഭവിക്കും. ഡച്ച് ഡിസീസ് ഈസ് എ പാരഡോക്സിക്കൽ സിറ്റുവേഷൻ വെർ ഗുഡ് ന്യൂസ് ഫോർ ദ വൺ സെക്ടർ ഓഫ് ദ എക്കണോമി സച്ച് ആസ് ഡിസ്കവറി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് റിസൾട്ടിങ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ കൺട്രീസ് ഓവറോൾ എക്കണോമി. നമുക്കറിയാൻ സാധിക്കും, ഒരു കൺട്രിയുടെ നാച്ചുറൽ റിസോഴ്സസിൽ ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ കൺട്രിക്ക് അത് ഗുണകരമായിട്ട് മാറുക ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു നാച്ചുറൽ റിസോഴ്സസിൽ ഉണ്ടാകുന്ന വർധനവ് ആ ഒരു കൺട്രിക്ക് ഗുണകരമല്ലാത്ത ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഫിനോമിന ഈസ് കാൾഡ് ഡച്ച് ഡിസീസ്. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ദ ഡച്ച് ഡിസീസ് term was first introduced in the Economist magazine in 1977 to analyze the economic situation in Netherlands. ഓക്കെ, ഈ ഡച്ച് ഡിസീസ് എന്ന് പറയുന്ന ടേം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1977 എക്കണോമിസ്റ്റ് മാഗസിനാണ്. ദ എക്കണോമിക് സിറ്റുവേഷൻ ഇൻ ദ നെതർലാൻഡ്സിലുണ്ടായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഈ ഒരു ഡച്ച് ഡിസീസ് കണക്ട് ചെയ്ത് പറയുന്നത്. ആഫ്റ്റർ ദ ഡിസ്കവറി ഓഫ് ലാർജ് നാച്ചുറൽ ഗ്യാസ് ഫീൽഡ്സ് ഇൻ 1959. ഓക്കെ, ഈ ഒരു നെതർലാൻഡ്സിൽ 1959 വലിയ തോതിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു ഫീൽഡ് കണ്ടെത്തുകയും അവിടെ നിന്നുള്ള ആ ഒരു നാച്ചുറൽ ഗ്യാസ് റിസോഴ്സസ് ധാരാളമായിട്ട് ലഭിക്കുമെന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നെതർലാൻഡ്സിൽ ഈ ഒരു എക്കണോമിക് ഫിനോമിനൻ ഉണ്ടായത്. അതിനെ 1977 എക്കണോമിക്സ് മാഗസിൻ എന്താണ് ഡച്ച് ഡിസീസ് എന്ന പേര് പറഞ്ഞു വിളിച്ചു. ഓക്കെ, although the Dutch economy increased its revenue from the export of natural gas, the significant appreciation of the national currency from the large capital influx into the sector resulted in a higher unemployment rate in the country, as well as the decline in the manufacturing industry. അപ്പോൾ ഇത്തരത്തിൽ ഡച്ച് എക്കണോമിയിൽ ഈ നെതർലാൻഡ്സിൽ നാച്ചുറൽ ഗ്യാസ് ഫീൽഡിൻ്റെ ഡിസ്കവറി അത് സ്വാഭാവികമായിട്ടും ആ ഒരു കൺട്രിയുടെ കറൻസിയിൽ അപ്രീസിയേഷൻ ഉണ്ടാകുന്നതിന് കാരണമായി. അതായത് അവിടെ ധാരാളമായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് അബണ്ടൻ്റ് ആണ്, അപ്പോൾ അത് ധാരാളമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടുത്തെ ഒരു കറൻസിയുടെ വാല്യൂവിൽ വർധനവ് ഉണ്ടാകുന്നതിന് അത് കാരണമായി. ഓക്കെ, അപ്പോൾ ദ സിഗ്നിഫിക്കൻറ്റ് അപ്രീസിയേഷൻ ഓഫ് നാഷണൽ കറൻസി ഫ്രം ദ ലാർജ് ക്യാപിറ്റൽ ഇൻഫ്ലക്സ്. അപ്പോൾ ഈ ഒരു കറൻസിയിൽ അപ്രീസിയേഷൻ ഉണ്ടായത് എന്താണ്, ആ ഒരു കൺട്രിയിലേക്ക് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് കാരണമായി, അല്ലെങ്കിൽ ആ ഒരു സെക്ടറിലേക്ക് ഈ നാച്ചുറൽ റിസോഴ്സസ് സെക്ടറിലേക്ക് കൂടുതലായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് കാരണമായി.
നമുക്കറിയാൻ സാധിക്കും ഒരു എക്കണോമിയിൽ ധാരാളമായിട്ട് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതെന്താണ് ആ ഒരു കൺട്രിയിൽ അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിക്കുന്നതിന് അത് കാരണമാകും. ഓക്കെ, അപ്പോൾ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വർദ്ധിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എന്താണ് മറ്റുള്ള ഈ ഒരു ഡിക്ലൈൻ ഇൻ ദി മാനുഫാക്ചറിങ്, അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്ഷനിൽ ഡിക്ലൈൻ കുറവ് സംഭവിക്കുകയും ചെയ്യുന്നതിന് കാരണമായി. ദാറ്റ് ഈസ് കാൾഡ് ദ ഡച്ച് ഡിസീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നെതർലാൻഡ്സിന് ഗുണകരമായിട്ടുള്ളൊരു മാറ്റമാണ് ഉണ്ടായത്. നാച്ചുറൽ റിസോഴ്സസിൽ വർധനവുണ്ടായി. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നതും അതുപോലെ തന്നെ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായതും അതുപോലെ തന്നെ മറ്റ് സെക്ടേഴ്സിൻ്റെ ഔട്ട്പുട്ടിലുണ്ടായിട്ടുള്ള കുറവും ഒക്കെ എന്താണ് ആ ഒരു കൺട്രീനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. ദാറ്റ് ഈസ് ദ ഡച്ച് ഡിസീസ്. The phenomenon of Dutch disease commonly occurs in the countries whose economies rely heavily on the export of natural resources. The paradox contradicts the concept of comparative advantage. ഓക്കെ, ഈ ഒരു ഡച്ച് ഡിസീസ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ കൺട്രീസ് ഹൂസ് എക്കണോമീസ് റിലൈ ഹെവിലി ഓൺ ദ എക്സ്പോർട്ട് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് ഈ നാച്ചുറൽ റിസോഴ്സസ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ് എന്നുണ്ടെങ്കിലാണ് അവരെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഡച്ച് ഡിസീസ് ബാധിക്കുന്നത്. ദ പാരഡോക്സ് കോൺട്രഡിക്ട്സ് ദ കോൺസെപ്റ്റ് ഓഫ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാരഡോക്സ് എന്ന് പറയുന്നത് എന്താ, ഈ അവിടെ നടന്നിട്ടുള്ള ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായത് അല്ലേ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ഏത് റിസോഴ്സിനാണോ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് നിലനിൽക്കുന്നത് അത് ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു കൺട്രിക്ക് അത് നെഗറ്റീവ് എഫക്റ്റ്, മറ്റു സെക്ടേഴ്സിൽ നിന്നുണ്ടാവുന്ന ആ ഒരു പ്രൊഡക്ട്സിലുണ്ടാവുന്ന വർധനവ് നെഗറ്റീവായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ മറ്റു സെക്ടേഴ്സിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് മോഡൽ ഈച്ച് കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് ഇൻ ദ ഇൻഡസ്ട്രി ഇൻ വിച്ച് ഇറ്റ് പോസസ് എ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഓവർ ദ അതർ കൺട്രീസ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ ഏതിലാണോ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് ഒരു കൺട്രി, അവർ ഏത് റിസോഴ്സസിലാണ് അവിടെ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത് അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റ് സെക്ടേഴ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഡച്ച് ഡിസീസിൽ പറയുന്നത്. സോ ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ദിസ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. ഓക്കെ, then however it does not work well with countries that primarily export natural resources. For example, the volatility of commodity prices cannot sustain a country's economy for a long time periods. Also, the over-dependence on the export of natural resources lead to the underdevelopment of other sectors of the economy, such as manufacturing and agriculture. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഒന്നുകൂടി വിവരിക്കുന്നത് അല്ലേ. അതായത് ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സസിൽ മാത്രം ട്രസ്റ്റഡ് ആയിട്ടുള്ള കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ അവർ ആ നാച്ചുറൽ റിസോഴ്സിനെ മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്ന കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ ആ കൺട്രീസിനെ അതെന്താണ് നല്ല രീതിയിൽ ഈ ഒരു ഡച്ച് ഡിസീസ് അഫക്റ്റ് ചെയ്യും. Okay, for example, the volatility of commodity prices cannot sustain a country's economy for a long time period. Also, the over dependence of the export natural resources leads to the underdevelopment of other sectors of the economy. അപ്പോൾ ഇത്തരത്തിൽ കൂടുതലായിട്ട് ഈ നാച്ചുറൽ റിസോഴ്സസിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ മറ്റു മേഖലകൾ, മറ്റു സെക്ടേഴ്സ്, അതായത് ഇപ്പോൾ മാനുഫാക്ചറിങ് സെക്ടർ ആയാലും അഗ്രികൾച്ചർ സെക്ടർ ആയാലും അവിടെയൊക്കെ എന്ത് ചെയ്യാവും, ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ദ വർക്കിങ്സ് ഓഫ് ദിസ് ഡച്ച് ഡിസീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് ഡച്ച് ഡിസീസ് ഓൺ ദ എക്കണോമി ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ സം ഫീച്ചേഴ്സ് അട്രിബ്യൂട്ടബിൾ ടു ദ സെക്ടേഴ്സ് that are related to the natural resources. For example, mining industries generally require heavy capital investments, but they are not labor intensive. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം ഈ ഡച്ച് ഡിസീസ് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ മൈനിങ് സെക്ടറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മൈനിങ് ചെയ്യുന്ന കഴിഞ്ഞാൽ തന്നെ എന്താണ് അവിടെ ഒരു നാച്ചുറൽ റിസോഴ്സാണ് അത് അല്ലേ. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഒരു ധാരാളം കോൾ റിസർവ് ഉള്ള ഒരു പ്രദേശമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ലേബർ ഇൻറ്റൻസീവായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അവിടെ കൂടുതൽ
യന്ത്രങ്ങൾ വന്നിട്ട് കുഴിച്ചെടുക്കേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറേയധികം ആളുകളുടെ ജോലി അവിടെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മൈനിങ് ഇൻഡസ്ട്രീസൊക്കെ മൈനിങ് സെക്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഡച്ച് ഡിസീസ് അവിടെ കൃത്യമായിട്ട് സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. Then therefore multinational corporations and foreign countries that have capital are often interested in investing in such ventures. Foreign investment may lead to higher demand for the country's domestic currency, and it will start appreciating. The appreciation of the domestic currency will make the country's exports in other industries more expensive, while imports will become cheaper. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നാച്ചുറൽ റിസോഴ്സസ് ധാരാളം അബൻഡൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അവരവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താനായിട്ട് ഇൻട്രസ്റ്റഡ് ആവും, അല്ലേ? അവർ അതിന് തയ്യാറാവും. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവിടെ വരുന്ന സമയത്ത് that leads to a higher demand for the country's domestic currency. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു കൺട്രിയുടെ കറൻസിക്ക് എന്തുണ്ടാവും? ഡിമാൻഡ് വർദ്ധിക്കും. ആ ഡിമാൻഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു കൺട്രിയുടെ കറൻസിയിൽ അപ്രീസിയേഷൻ, ദ വാല്യൂ ഓഫ് കറൻസി വിൽ ബി ഇൻക്രീസ്ഡ്. The appreciation of the domestic currency will make the country's exports in other industries more expensive. അപ്പോൾ ഇത്തരത്തിൽ ഒരു കൺട്രിയുടെ കറൻസിയിൽ അപ്രീസിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൺട്രിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസിന് എന്താണ്? അത് എക്സ്പെൻസീവായിട്ട് മാറും. വിച്ച് ഇമ്പോർട്ട്സ് വിൽ ബിക്കം ചീപ്പർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൺട്രിയുടെ എക്സ്പോർട്ട്സ് എക്സ്പെൻസീവായിട്ട് മാറുകയും അതുപോലെ തന്നെ അവിടേക്കുള്ള ഇമ്പോർട്ട്സ് ആ ഒരു കൺട്രിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ചീപ്പറായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്താ ചെയ്യുക? ഇവിടെ നാച്ചുറൽ റിസോഴ്സസ് ധാരാളമായിട്ട് ഉൽപ്പാദനം നടത്തിയിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കൺസ്യൂമറബിളായിട്ടുള്ള കമ്മോഡിറ്റീസ് മുഴുവനും ഇമ്പോർട്ട് ചെയ്യാനായിട്ടും തയ്യാറാവും. അപ്പോൾ കൂടുതൽ കമ്മോഡിറ്റീസ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ? അത് ഡൊമസ്റ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, സബ്സിക്വൻ്റ്ലി ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് വിൽ ഫേസ് ലോവർ ഡിമാൻഡ് ഫോർ ദെയർ പ്രൊഡക്ട്സ് എബ്രോഡ്. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, അല്ലേ? അതായത് ഡൊമസ്റ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ ഡിമാൻഡ് കുറയുന്ന, ആ പ്രൊഡക്ട്സുകളുടെ ഡിമാൻഡ് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ആസ് വെൽ ആസ് ഗ്രേറ്റർ കോമ്പറ്റീഷൻ ഫ്രം ഫോറിൻ പ്രൊഡ്യൂസേഴ്സ്. ദസ് ദ ലാഗിങ് സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി വിൽ ഫേസസ് ഫർദർ ട്രബിൾസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോറിൻ കോമ്പറ്റീഷൻ നിലനിൽക്കുകയും ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മറ്റ് സെക്ടേഴ്സിൽ നിന്നുള്ള ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് അവിടെ നല്ല കോമ്പറ്റീഷൻ വരും. അപ്പോൾ അത് എന്താ? ദ ലാഗിങ് സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി വിൽ ഫേസ് ഫർദർ ട്രബിൾസ്. ഓക്കെ, അപ്പോൾ അവിടെ ഏത് സെക്ടറാണോ അവിടെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രോത്ത് സംഭവിക്കാതെ കിടക്കുന്ന മറ്റ് സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ സെക്ടേഴ്സിനെയൊക്കെ എന്താണ്? അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ഡച്ച് ഡിസീസ്. ഓക്കെ, അപ്പോൾ ഡച്ച് ഡിസീസിൽ നമ്മൾ കൃത്യമായിട്ടൊരു ഇക്കണോമിക് ഫിനോമിനയാണ് ഇവിടെ പറയുന്നത്. അവിടെ ഒരു കൺട്രിയിൽ സ്വാഭാവികമായിട്ടും ഒരു സെക്ടറിലുണ്ടാവുന്ന വർധനവ്, അല്ലെ ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സസിലുണ്ടാവുന്ന വർധനവ് മറ്റു സെക്ടേഴ്സിനെ അത് വേഴ്സണായിട്ട് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡച്ച് ഡിസീസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നെതർലാൻഡ്സിൻ്റെ എക്സാമ്പിൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് എ ന്യൂ ടോപ്പിക്. സ്റ്റേ സേഫ്, ഹാപ്പി ലേണിംഗ്. താങ്ക് യു.